മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നത് കണ്ട അമ്പരന്നിരിക്കുകയാണ് സാധാരണക്കാരനായ ഒരു വ്യക്തി. തിരുവല്ല പായിപ്പാട് സ്വദേശിയായ നസീറിനെയാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത്. ഏതാണ്ട് 58 ലക്ഷത്തിലധികം ആളുകൾ മോഹൻലാലിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമ്പോൾ വെറും 20 അത് AR റഹ്മാനും രത്തൻ ടാറ്റയും സച്ചിൻ ടെണ്ടുൽക്കറും അടക്കമുള്ള പ്രമുഖരായിരുന്നു. ഇതിൽ 26-മനായാണ് കഴിഞ്ഞ ദിവസം എനിക്കൊപ്പം നിൽക്കുന്ന നസീറിനെ കൂടി മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ ഉൾപ്പെടുത്തിയത്. ഇദ്ദേഹത്തെ അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഒരു ഞെട്ടലിലാണ് ഇപ്പോഴും അത് തന്നെ എനിക്കെന്താ പറയേണ്ടത്. സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമൊക്കെ ആര് ഒരു നമ്മളെപ്പോലെ ഒരു പാവപ്പെട്ട മനുഷ്യന് അതും ഈ പായിപ്പാടെന്ന് പറയുന്ന ചങ്ങനാശ്ശേരി പായിപ്പാടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ഒരു വീഡിയോ കാണാനും ഒരു മഹാഭാഗ്യം. ഇദ്ദേഹം ഒരു വ്ളോഗ് കുക്കിംഗ് വ്ളോഗ് നടത്തുന്ന ആളാണ്. വില്ലേജ് സ്പൈസസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ലാലേട്ടൻ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അതെ അദ്ദേഹം കാര്യം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു കാര്യങ്ങളും മറ്റൊന്നും വലിയ പരിചയമുള്ള ഒരാളല്ല. അതുപോലെ ഈ മൊബൈൽ ഫോണിൻ്റെ സിസ്റ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും എനിക്ക് അത്ര പരിചയമില്ല. കാര്യം ഇത് കാണാനും ഇത് പരിചയപ്പെടാനും സാധിച്ചത് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മോൻ കാണിച്ചു തരുന്നത്. അപ്പം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ മകൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കൊണ്ട് കാണിച്ച് എന്നെ അത്തി എന്നാണ് വിളിക്കുന്നത്. അത്തി ഈ ഇൻസ്റ്റാഗ്രാം ഈ പേജ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മഹാനായ എത്രയോ വലിയ ഉന്നതം നിൽക്കുന്ന മോഹൻലാൽ സാറ് നമ്മുടെ ആ ഫുഡ് ചാനൽ കാണുകയും എനിക്കിത് സത്യത്തിൽ എനിക്കിപ്പോഴും ആ ഒരു ആവേശം വിട്ടു മാറിയിട്ടില്ലെന്നുള്ള സത്യം. ആകെ 26 പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഏറ്റവും പ്രമുഖരായ VVIPകളായ വ്യക്തികളാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അതിലൊരാളായി താങ്കളെ കൂടി ഉൾപ്പെടുത്തി. എനിക്ക് അങ്ങനൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. സത്യത്തിൽ 26-മത്തെ ഒരാളായിട്ട് അദ്ദേഹം എന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചേട്ടൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ഞാൻ ഒരു 10, 25, 30 വർഷത്തോളം അടുത്തായി ഈ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി. പിന്നെ അതല്ലാതെ ഈ കുക്കിംഗ് ഇല്ലാത്ത സമയത്ത് പെയിൻറ്റിങ്ങിനും അങ്ങനെയൊക്കെ കുടുംബം വളർത്തണ്ടേ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാണ്? എത്ര വർഷമായി? ഇപ്പം പറഞ്ഞാൽ ഒരു 2 വർഷം ആയതേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ 7.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സൊക്കെ ആയി. 7.5 ലക്ഷം ഫോളോവേഴ്സായി. അതൊക്കെ സത്യത്തിൽ ഞങ്ങളുടെ ഒരു മഹാഭാഗ്യം. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിത നിലവാരം ഒന്ന് ഉയർത്തണം. വളരെ ബുദ്ധിമുട്ടും വളരെയേറെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം 2 കുട്ടികളെ പഠിപ്പിക്കണം, പിന്നെ അവരുടെ ഭാവി നോക്കണം, വീടിൻ്റെ കാര്യം നോക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കടങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും നല്ല പെതുക്കെ ഞങ്ങൾ കയറിയത് ഈ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനവും പിന്നെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊക്കെ തന്നെ. ആരാണ് ഇതിൻ്റെ സൂത്രധാരൻ? ആരാണ് ഈ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുന്നൊക്കെ ആരാണ്? അതാണ് പറഞ്ഞത്. ഒരു 10, 20, 30 വർഷത്തോളം പാചകം ചെയ്തിട്ടും ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും അറിയത്തില്ല. അപ്പം പിള്ളേർക്കൊക്കെ അറിയാമല്ലോ യൂട്യൂബും മൊബൈലിൻ്റെ കാര്യങ്ങളും ഒക്കെ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ വശം. അപ്പം മകൻ പറഞ്ഞ് അത്തി കുറേ നാളായില്ലേ ഈ പാചകത്തിന് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തിക്ക് യൂട്യൂബിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പം എൻ്റെ മകൻ്റെ പേര് ഫിറോസ് എന്നാണ്. അപ്പം ഫിറോസ് പറഞ്ഞു യൂട്യൂബിൻ്റെ അകത്ത് അത്തിയുടെ പ്രൊഫഷൻ എന്താ? ഞാൻ പറഞ്ഞത് എൻ്റെ പ്രൊഫഷൻ പാചകമാണ്. അത് യൂട്യൂബിൻ്റെ അകത്തിട്ട് ഞാനത് റെഡിയാക്കിക്കോളാം. അപ്പം അങ്ങനെ അതൊരു നിമിത്തമായെന്ന് വേണമെങ്കിൽ സത്യത്തിൽ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫിറോസിനെ കൂടെ ഇങ്ങോട്ട് വിളിക്കാം. ഫിറോസ് ഇതിൻ്റെ എല്ലാം ആണിക്കല് എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. അതിപ്പോൾ യൂട്യൂബിനായാലും പുറത്തായാലും എൻ്റെ ജോലി ചെയ്യുന്നു. പക്ഷേ ഇത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എത്തിച്ചത് എൻ്റെ മകൻ തന്നെ. താങ്കളാണ് വീഡിയോ ക്യാമറ ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് താങ്കൾ തന്നെയാണ്? അതെ. കാര്യം എനിക്ക് ഇതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ഒരു ചെറിയ ഭ്രാന്തുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്തയും ഞാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ ആയപ്പോഴത്തേക്കിനും അങ്ങനെ വന്നപ്പോഴത്തേക്കിനുമാണ് എന്നാൽ നമുക്ക് 2 പേർക്കും കൂടി ഒന്നിച്ച് യൂട്യൂബിലൊന്ന് പരിശ്രമിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ ഭാഗ്യത്തിന് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ആദ്യം വീഡിയോ മുതൽ എല്ലാ വീഡിയോയിലും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ഫോളോ ചെയ്തു. ഇനി അതുപോലെ നിരവധി പ്രമുഖർ താങ്കളെ ഫോളോ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അയ്യോ, നിറഞ്ഞ മനസ്സോടെ തന്നെ അദ്ദേഹം ഇത് ഫോളോ ചെയ്യുന്നതിന് ഞാൻ അദ്ദേഹത്തോട് ആദ്യം നന്ദി പറയണം.
തിരുവല്ല പായിപ്പാട് സ്വദേശിയായിട്ടുള്ള നസീർ, അദ്ദേഹത്തെയാണ് ഇപ്പോൾ മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അമ്പരപ്പിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.